പറഞ്ഞല്ലോ എനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു വർക്കിൻ്റേതായിട്ട്. പിന്നെ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ട്രെയിനിങ് ഒക്കെ ഇന്ന് തീർന്നിട്ടേ ഉള്ളൂ. നാളെ തൊട്ടേ നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് വരൂ. ഇന്നിപ്പം ഞാൻ സ്റ്റോറി ഇട്ടു. നെക്സ്റ്റ് സ്നേഹദൂരം ഞാൻ ഇടാം. പിന്നെ എന്താണെങ്കിലും ഞാൻ ഇന്ന് ഋതുനന്ദനം ഇടും. പക്ഷേ വോയിസ് കാണില്ല. മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾ മാക്സിമം പറ്റുന്നവരെല്ലാവരും ഋതുനന്ദനത്തിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ മോണിറ്റൈസേഷന് വിടാൻ പോവാണ്. അപ്പം എന്താ ചാനൽ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കണം എന്നൊരു ഇതുണ്ടല്ലോ. 1000 വേണം. 1000 ആയിട്ടില്ല. 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. സ്വാഭാവികമായിട്ടും മോണിറ്റൈസ്ഡ് ആകുമ്പോൾ റെഗുലർലി സ്റ്റോറി വരികയും ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ. കളിയാക്കിയതല്ല കേട്ടോ. പണമാണല്ലോ എല്ലാത്തിൻ്റെയും ഒരു ബേസിക് എന്ന് പറയുന്നത്. നമുക്ക് 10 പൈസ കിട്ടുമ്പോൾ നമുക്കത് ഇടാനൊരു ത്വര കാണുമല്ലോ. പക്ഷേ ഇതിൽ ഞാൻ ഏണിങ്സ് നോക്കിയല്ല കേട്ടോ. നിങ്ങൾ എന്നെ കാത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. മഴയോർമ്മയാണ്. സ്നേഹദൂരം ഉണ്ട് കേട്ടോ. അതിലുപരി അവൾക്കൊന്നും വരരുതെന്ന് ഐസിയുവിന് മുൻപിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടിരുന്നു. കരഞ്ഞു തളർന്ന മാധവന്റെ തോളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു ഉമയെ. അത് കണ്ടപ്പോഴേക്കും കണ്ണുനീരോടെ സുമിത്ര അവരുടെ അരികിലേക്ക് ചെന്നു. അവളെ ചേർത്ത് പിടിച്ചിരുന്നു. എന്താ പറ്റിയത്? രവി ഒരു വിധത്തിൽ മാധവനോട് കാര്യം ചോദിച്ചു. അവിടുന്ന് വന്നപ്പോൾ മുതൽ അവൾ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഞങ്ങൾ എന്തോ ഒന്ന് പറഞ്ഞു. അവളുടെ അമ്മയല്ലേ പറഞ്ഞത് അതിനിങ്ങനെയൊക്കെ ചെയ്യാമോ? പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു എന്ന് തോന്നുന്നു. എൻ്റെ കുട്ടിയെ ഞാൻ ഇത്രയും തകർന്ന നിലയിൽ കണ്ടിട്ടില്ല. രവിയോടത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് കുറ്റബോധമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്നൊരു നേഴ്സ് ഐസിയുവിൻ്റെ മുൻപിൽ നിന്നും ഇറങ്ങി വന്നതും എല്ലാവരും പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. മാളവികയുടെ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് മാധവൻ എഴുന്നേറ്റ് അവർക്ക് മുൻപിലേക്ക് ചെന്നു. എങ്ങനെയുണ്ട് സിസ്റ്റർ? ഒന്നും പറയാറായിട്ടില്ല. ആ കുട്ടിക്ക് ശരിക്കും ബോധം തെളിഞ്ഞിട്ടില്ല. എങ്കിലും അബോധാവസ്ഥയിൽ അപ്പുവേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ് ഈ അപ്പുവേട്ടൻ എന്ന് ചോദിക്കാൻ ഡോക്ടർ പറഞ്ഞു. അയാൾ ഒന്ന് വന്നിരുന്നുവെങ്കിൽ, ആ കുട്ടിയോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അയാളെ ഒന്ന് വിളിക്കുകയായിരുന്നെങ്കിൽ നന്നായേനെ. അവർ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേപോലെ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും വല്ലാത്ത അതിശയമായിരുന്നു തോന്നിയത്. അർത്ഥബോധാവസ്ഥയിൽ പോലും അവളുടെ ചുണ്ടുകൾ നിൽക്കുന്നത് ഒരൊറ്റ പേര് തൻ്റേത് മാത്രമാണെന്ന ബോധം അവനെ വല്ലാത്തൊരു അത്ഭുതത്തിൽ കൊണ്ടുചെന്നെത്തിച്ചു. മോനെ, ഒന്ന് ചെല്ലാമോ? അത് ചോദിച്ചത് ഉമയായിരുന്നു. ഹൃദയം തകർന്നതായിരുന്നു ആ അമ്മ മകൾക്ക് വേണ്ടി യാചിച്ചതെന്ന് ഒരു നിമിഷം അപ്പുവിനും തോന്നിയിരുന്നു. ഒരു നിമിഷം ആവണി മരിച്ചപ്പോൾ എല്ലാം തകർന്ന അവസ്ഥയിൽ നിന്ന് സുമിത്രയാണ് അവന് ഓർമ്മ വന്നത്. അവൻ പ്രതീക്ഷയോടെ മറുപടിക്കായി മാധവന്റെ മുഖത്തേക്ക് നോക്കി. ഓൻ ചെല്ല്. മാധവൻ കൂടി പറഞ്ഞപ്പോൾ അവന് വല്ലാത്ത സമാധാനമായിരുന്നു തോന്നിയത്. ആ നിമിഷം അവളെ കാണാൻ അത്രമേൽ ഉള്ളു കൊതിക്കുന്നുണ്ടെന്ന് അവനും തോന്നിയിരുന്നു. വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിലും തന്നോളം സ്വന്തം ജീവന് വില കൊടുക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെയാണ് താൻ അകറ്റി നിർത്തുന്നത് എന്നറിയാതെ അവൻ മനസ്സിൽ ചിന്തിച്ചു പോയിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ചകൾ അവൻ്റെ ഹൃദയം തകർക്കുന്ന ഒന്നായിരുന്നു. എന്തൊക്കെയോ കടുപ്പിച്ചു വെച്ചിരിക്കുന്ന യന്ത്രങ്ങൾക്കിടയിൽ കിടക്കുന്ന മാളവികയുടെ മുഖം അവന് വേദന തോന്നിയിരുന്നു. പഴയ അരുണഭാവം ആ മുഖത്തില്ല. നേരെ നോക്കി തൻ്റെ മുഖത്തേക്ക് നോക്കി. താനല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ ധൈര്യമില്ലാത്ത ധൈര്യം കാണിച്ച പെണ്ണ്. ഇപ്പോൾ വാടിയ താമര പോലെ കിടക്കുന്ന ആ പെണ്ണിനെ കണ്ടപ്പോൾ അറിയാതെ അവൻ്റെ ഹൃദയത്തിൽ ഒരു വേദന പടരുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഡോക്ടർ വന്നത്. നിങ്ങളാണോ അപ്പുവേട്ടൻ? അതെ, വരൂ. അവൻ ഡോക്ടറെ അനുഗമിച്ചു. ആ കുട്ടി കുറേ സമയമായിട്ട് അപ്പുവേട്ടനെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. കാരണം കുറേ ബ്ലഡ് പോയിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആളുകളെ മനസ്സിലാവുന്നുണ്ടോ, ബോധമുണ്ടോ, അതൊക്കെ അറിയണ്ടേ? ഡോക്ടർ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടെ തന്നെ അവൻ കേട്ടിരുന്നു. മാളവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? അവൻ അത്രമാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ അഭിമന്യു. ഓക്കെ, അഭിമന്യു, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ല. ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. അതിന് പകരം ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എങ്കിലും ആ കുട്ടി ഒന്ന് സംസാരിച്ചു തുടങ്ങിയാൽ മാത്രമേ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അവളെ രക്ഷപ്പെടുമോ ഡോക്ടർ? കറക്റ്റായിട്ട് മുറിഞ്ഞാൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആ ഞരമ്പിൽ തന്നെയാണ് മുറിവ് ഏറ്റിരിക്കുന്നത്. രക്തം ഒരുപാട് പോയിട്ടുമുണ്ട്. സമയം ഒരുപാട് താമസിച്ചു ഇവിടെ എത്തിച്ചപ്പോൾ. എനിക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. തൻ്റെ ശബ്ദത്തിനോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതാണ് നമ്മുടെ പ്രതീക്ഷയെന്ന് പറയുന്നത്. താനൊന്ന് കണ്ടു നോക്ക്, ഒന്ന് സംസാരിച്ചു നോക്ക്. ആ കുട്ടിയുടെ ആരാണ് അഭിമന്യു? എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്. ചേട്ടൻ്റെ ഭർത്താവിൻ്റെ അനിയനെ മാത്രം അബോധാവസ്ഥയിൽ ആ കുട്ടി ഓർത്തിരിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതൊരു സാധാരണ ബന്ധമല്ലല്ലോ. ഇഷ്ടത്തിലായിരുന്നു നിങ്ങൾ തമ്മിൽ? അതെ ഡോക്ടർ, കുറച്ച് പ്രോബ്ലംസ് വന്നപ്പോൾ
അങ്ങനെ പറയാനായിരുന്നു അവൻ്റെ നാവിൽ നിന്നും വന്നു പോയത്. എനിക്ക് തോന്നി. കാരണം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ പ്രേമം അല്ലെങ്കിൽ ഗർഭം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കുമല്ലോ. താനൊരാണല്ലേ. സ്നേഹിച്ച പെണ്ണിനെ എന്ത് പ്രശ്നം വന്നാലും ചേർത്ത് പിടിക്കാൻ കഴിവില്ലാത്ത ഒരു പെണ്ണിനെ, ഒരാണിനെ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. മിസ്റ്റർ അഭിമന്യു, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ചങ്കു പറിച്ച് സ്നേഹിച്ച പെണ്ണിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അവൻ ആണാകുന്നത്. മരിക്കാൻ ആ കുട്ടി കാണിച്ച ചങ്കൂറ്റം പോലും ഒരുമിച്ച് ജീവിക്കാൻ താൻ കാണിച്ചില്ലല്ലോ. ഡോക്ടർ പറഞ്ഞപ്പോൾ ആ നിമിഷം താൻ വല്ലാതെ ചെറുതായി പോയതുപോലെയാണ് അവന് തോന്നിയത്. ചേർത്ത് പിടിക്കണമെന്നുണ്ട്, പക്ഷേ ചേർത്ത് പിടിക്കാൻ ഒട്ടും കഴിയാത്തൊരവസ്ഥയിലാണ് ഞാനെന്ന് മനസ്സിൽ അവൻ 100 തവണ പറഞ്ഞു. അകത്തേക്ക് കയറിയതും അറിയാതെ അവളുടെ കൈകളിലാണ് ആദ്യം പിടിച്ചത്. തൻ്റെ വിരൽ സ്പർശം ആ കയ്യിൽ ഏറ്റപ്പോൾ തന്നെ ആ ചുണ്ടുകൾ എന്തോ മന്ത്രിച്ചതുപോലെ അവന് തോന്നി. അവൻ ഒന്നുകൂടി അവളുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തു. അപ്പു, അപ്പുവേട്ടൻ, അതായിരുന്നു അവൾ പറഞ്ഞത്. ഏതവസ്ഥയിലും തൻ്റെ സാമീപ്യം പോലും ഈ പെണ്ണിന് മനഃപാഠമാണ്. അവൻ അത്ഭുതം തോന്നിയിരുന്നു. പാതി അടഞ്ഞ് തുറന്നു വരുന്ന അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ ചാലുകൾ തീർത്തപ്പോൾ തന്നെ അവന് മനസ്സിലായി അവൾ അവനെ കണ്ടിട്ടുണ്ടെന്ന്, തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. അവൻ്റെ കൈകൾ അവളുടെ കയ്യിൽ ഒന്നുകൂടി ശക്തമായി മുറുകി. പിന്നീട് മുടിയിഴകളിൽ അവൻ മെല്ലെ തലോടി. മാളു, അവൻ വിളിച്ചതും അവൾ മെല്ലെ കണ്ണു തുറക്കാനായി ശ്രമിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ മരുന്നിൻ്റെ ക്ഷീണത്തിൽ അവൾ ഉറങ്ങിപ്പോയി. സെഡേഷൻ ഉണ്ടാവും, അതുകൊണ്ടാവും. പുറത്തേക്ക് നിന്നോളൂ, നേഴ്സ് പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് മുറി വിട്ട് പുറത്തേക്കിറങ്ങിയത്. പുറത്തേക്കിറങ്ങി വന്ന അവൻ്റെ മുഖത്തേക്ക് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി. മാധവനാണ് അടുത്തേക്ക് ചെന്ന് ആദ്യം ചോദിച്ചത്. എന്തു പറ്റിയപ്പോ? അവൾക്ക് എങ്ങനെയുണ്ട്? എന്നെ തിരിച്ചറിഞ്ഞു. ഒന്നും സംസാരിച്ചില്ല. എങ്ങനെയൊക്കെയോ അവൻ അത്രയും പറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ മുഖത്ത് സങ്കടം തിരതള്ളുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം ആരുമൊന്നും മിണ്ടിയില്ല. മൗനം എത്ര ഭീകരമാണെന്ന് ആ നിമിഷം എല്ലാവർക്കും തോന്നിയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. മാളവിക അപകടനില തരണം ചെയ്തിട്ടുണ്ട്, നാളെ രാവിലത്തേക്ക് റൂമിലേക്ക് മാറ്റാം. അത് പറഞ്ഞതും എല്ലാവരുടെയും മനസ്സിൽ കുളിർമഞ്ഞ് വീണതുപോലെയായിരുന്നു തോന്നിയത്. അപ്പുവിനും വല്ലാത്തൊരാശ്വാസം തോന്നി. വാടിയ മുഖങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പ്രകാശിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും അവൾ എത്ര പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എങ്കിൽ പിന്നെ നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ, എല്ലാവരും കൂടി ഇരിക്കണമെന്നില്ലല്ലോ, സുമിത്ര മധുവിനോട് പറഞ്ഞു. നിങ്ങൾക്ക് 2 പേർക്കും ലീവ് കുറവല്ലേ? അത് ശരിയാ മക്കളെ, നിങ്ങൾ പൊയ്ക്കോ, ഇപ്പം ഞാനും അച്ഛനും ഉണ്ടല്ലോ, ഉമ പറഞ്ഞു. രവി, താനും പൊയ്ക്കോ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം, മാധവൻ രവിയോടും കുടുംബത്തിനോടുമായി പറഞ്ഞു. എങ്കിലും ഞങ്ങൾ പോയിട്ട് രാവിലെ വരാം, അപ്പോഴേക്കും റൂം ശരിയാകുമല്ലോ, എന്തെങ്കിലും ഭക്ഷണവും കഴിക്കാൻ കൊണ്ടുവരാം. സുമിത്ര ഇങ്ങനെ ഒരു ഉപാധി പറഞ്ഞത് എല്ലാവരും അത് സമ്മതിച്ചു. പക്ഷേ മാളവികയെ വിട്ടുപോകാൻ അപ്പുവിൻ്റെ മനസ്സ് എന്തുകൊണ്ടോ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഒരിക്കൽ മനസ്സിൽ കെട്ടിപ്പൂട്ടി വെച്ച തൻ്റെ പ്രണയം പുറത്തേക്ക് വന്നു പോകുമോ എന്ന് അവൻ ഭയന്നു. പക്ഷെ ആ നിമിഷം തന്നെ അവൻ മനസ്സിനെ ശാസിച്ചു. ഇല്ല, ഇപ്പോൾ ഒരിക്കലും തൻ്റെ സ്നേഹം അവളുടെ ഹൃദയത്തിൽ ഒരു ബാധ്യതയോ ഭാരമോ ആകാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് അവളെ താൻ അകറ്റി നിർത്തുന്നത്. തൻ്റെ മനസ്സിലിരുന്നോട്ടെ, അത് മനസ്സിലാക്കേണ്ട ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾക്കറിയാം തനിക്ക് അവളെ പ്രാണനാണ്. അതിനപ്പുറം മറ്റാരെയും തനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മോനെ അപ്പു. പോകാൻ തുടങ്ങിയ അപ്പുവിനെ മാധവൻ വിളിച്ചു. അവൻ നിന്നു. അയാളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് മോനോട് അല്പം സംസാരിക്കാനുണ്ട്. ഇപ്പം വേണ്ട, അതിനുള്ള സാഹചര്യം ഇതല്ല. അതിനുശേഷം അപ്പു എന്നെ ഒന്ന് വന്ന് കാണണം, സംസാരിക്കാം മക്കൾ. അത്രമാത്രം പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി. എന്തായിരിക്കും മാധവൻ തന്നോട് പറയാനുള്ളതെന്ന് അവൻ്റെ മനസ്സിലൊരു ഊഹമുണ്ടായിരുന്നു. ചിലപ്പോൾ മകളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊടുക്കണമെന്നായിരിക്കാം, അല്ലാതെ എന്താണ് ആവശ്യപ്പെടാനുള്ളത്? അവൻ്റെ ചുണ്ടിൽ ഒരു സ്വന്തമായി ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. പക്ഷെ അപ്പോഴും കണ്ണുകളിൽ മായാത്തൊരോർമ്മയായി മാളവിക തെളിഞ്ഞു നിന്നിരുന്നു. വീട്ടിലേക്ക് ചെന്നെങ്കിലും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവളെപ്പറ്റി തന്നെയായിരുന്നു അവൻ ആലോചിച്ചു തുടങ്ങിയത്. പുറത്തു മഴ സംഹാര താണ്ഡവം തുടങ്ങി. ഇരുണ്ട് കിടക്കുകയാണ് മാനം. ആ പെണ്ണിൻ്റെ മനസ്സ് പോലെ, അവളുടെ കണ്ണുനീർ പോലെ പെയ്യുകയാണ് വർഷം. അവളോട് തോന്നിയ പ്രണയത്തിലേക്ക് തൻ്റെ ഇന്നലകളെ എത്ര ശാസിച്ചിട്ടും കടിഞ്ഞാണില്ലാതെ പായുകയാണ് മനസ്സ് വീണ്ടും. അവളുടെ പ്രണയാർദ്രമായ മിഴികൾ തന്നെ തേടിയെത്തിയിരുന്ന സുന്ദര കാലത്തിലേക്ക് ചെല്ലാൻ അവൻ്റെ ഉള്ളു വെമ്പി. നിന്റെ ഓർമ്മകളിൽ എൻ്റെ ഹൃദയതാളം തുടികൊട്ടുമ്പോൾ ഞാൻ എന്നെ സ്വയം മറക്കുന്നത് നിനക്കറിയാമോ? നിനക്കെന്നും പ്രിയപ്പെട്ട ഒരു അന്യനായി മാറുമോ എൻ്റെ ജീവിതം? ഈ മഴയ്ക്കും അവളുടെ പാദസരക്കിലുക്കത്തിനും ഒരേ താളമാണെന്ന് അവൻ ഓർത്തു. അതെ, അവൾക്ക് പ്രിയം മഴയായിരുന്നു. ഈ മഴയോടും പിന്നെ തന്നോടും. എന്നെങ്കിലും ഒരുമിച്ചൊരു മഴ നനയാൻ തങ്ങൾക്ക് കഴിയുമോ? മൗനത്തെ ഭേദിച്ച് മുറിയിലേക്ക് എത്തുന്ന മഴത്തുള്ളികൾ, ഇലത്തുമ്പിൽ മായാജാലം തീർക്കുന്ന ശബ്ദവും ചീവീടുകളുടെ ഒച്ചയുമൊക്കെ അവൻ്റെ കാതിൽ വീണില്ല. അവൻ അപ്പോഴും അവളുടെ അടുത്തായിരുന്നു. മഴ പോലെ അവനിൽ പ്രണയം പെയ്തിറങ്ങിയ അവൻ്റെ പെണ്ണിൻ്റെ അടുത്ത്. അവൻ്റെ മനസ്സ് ആ ആശുപത്രിയിൽ തന്നെയായിരുന്നു.
വീണ്ടും അവൾ തന്നെ തോൽപ്പിച്ചിരിക്കുകയാണല്ലോ ഈശ്വര. അവന്റെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി. എന്തിനാണ് മോളെ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അതിനു മാത്രം എന്താണ് ഞാൻ നിനക്ക് പകരം തന്നിട്ടുള്ളത്? സ്നേഹത്തോടെ ഒരു നോട്ടമോ തലോടലോ പോലും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴോ എൻ്റെ വായിൽ നിന്നും കേട്ടൊരു വാക്കിൻ്റെ പേരിൽ നീ എനിക്ക് വേണ്ടി ഇത്രകാലം കാത്തിരുന്നു. അവസാനം ഞാൻ തള്ളിപ്പറഞ്ഞ നിമിഷം ജീവിതം പോലും വേണ്ടെന്ന് കരുതി. നിന്റെ ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ഈ അപ്പുവേട്ടൻ ഇല്ലാതെ പോയല്ലോ. അവന് വിഷമം തോന്നിയിരുന്നു. ഈ മഴക്കാറ്റേറ്റ് അവളുടെ മടിയിൽ തലവെച്ച് അവളുടെ വിരലുകളുടെ മാന്ത്രികത തലമുടിയിഴകളിൽ ഒരു തലോടലാക്കി വെച്ച് ഒരു സുഖനിദ്ര പുൽകാൻ അവൻ ആഗ്രഹിച്ചു. ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ആ സ്വപ്നം യാഥാർത്ഥ്യമായിരുന്നെങ്കിലെന്ന് വെറുതെ അവൻ ആഗ്രഹിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഇനി മാളവികയെ കണ്ടാൽ തനിക്ക് തന്നെ തൻ്റെ സ്നേഹം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടും അവൻ ഹോസ്പിറ്റലിൽ പോകാതെ നേരെ ഓഫീസിലേക്കാണ് പോയത്. അവൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ സുമിത്രയ്ക്ക് ആദ്യമായി മകനോട് ദേഷ്യം തോന്നിയിരുന്നു. ഒന്നുപോയി ആ കുട്ടിയെ കാണാനുള്ള മര്യാദയെങ്കിലും ഇവൻ കാണിക്കണ്ടേ എന്ന് അവർ മനസ്സിലോർത്തു. ഓഫീസിൽ ചെന്നിട്ടും തിരക്കുകളിലേക്ക് ഊളിയിടാൻ ശ്രമിച്ചിട്ടും അതൊന്നും അപ്പുവിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇല്ല, കഴിയില്ല. മാളു എന്ന ഓർമ്മ മനസ്സിനെ വരഞ്ഞു മുറുക്കുകയാണ്. പ്രിയപ്പെട്ടവൾ ജീവന്റെ ഏതവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നതെന്നറിയാതെ ഒരു നിമിഷം പോലും തനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ലെന്നവൻ വേദനയോടെ മനസ്സിലാക്കി. ഇല്ല മോളെ, നിന്നോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ അടക്കി വെച്ചാലും പുറത്തേക്ക് വരികയാണ്. നീ അവിടെ വേദന തിന്നുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ സ്വസ്ഥമായിരിക്കുന്നത്? നിന്റെ അപ്പുവേട്ടൻ അത് കഴിയുമോ? എങ്ങനെയൊക്കെ ഉച്ചവരെ അവൻ സമയം തള്ളി നീക്കി. 2 മണിയോടെ അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇല്ല, ഇനി അവളുടെ സാമീപ്യം അറിയാതെ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് അവന് തോന്നി തുടങ്ങി. ഒരുപക്ഷെ അവളെ കണ്ടില്ലെങ്കിൽ തൻ്റെ മാനസിക നില തന്നെ ഇപ്പോൾ തെറ്റിപ്പോകുമെന്ന അവസ്ഥയിലായിരുന്നു അവൻ. ഏകദേശം 2:30 ആശുപത്രിയിലെത്തി. റിസപ്ഷനിൽ നിന്നും തന്നെ മാളവികയുടെ റൂം മനസ്സിലാക്കിയിരുന്നു. റൂമിൽ ചെല്ലുമ്പോൾ മുറിയിൽ മാളവികയും ഉമയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കിടക്കുകയാണ്. അവനെ കണ്ടപ്പോൾ ഉമയ്ക്ക് അത്ഭുതം തോന്നിയിരുന്നു. അവൻ കയറണോ വേണ്ടയോ എന്ന് ശങ്കിച്ചു നിന്നു. ഒരു വേള ഉമ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന ഭയമായിരുന്നു അവൻ്റെ ഉള്ളിൽ. കയറി വാ മോനെ. സന്തോഷപൂർവ്വം അവർ തന്നെ ക്ഷണിച്ചപ്പോൾ പകുതി ആശ്വാസം തോന്നിയിരുന്നു. നല്ല ഉറക്കത്തിലാണ് അവൾ. ഞാൻ വിളിക്കാം. വേണ്ട, ഉറങ്ങിയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ, വിളിക്കണ്ട. പെട്ടെന്നാണ് നേഴ്സ് മുറിയിലേക്ക് കയറി വന്നത്. മാളവികയുടെ ഈ മരുന്ന് വാങ്ങണം. ഉമ്മയുടെ കയ്യിൽ ബില്ല് കൊണ്ടുവന്ന് കൊടുത്തു. ആൻറ്റി ഇരുന്നോളൂ, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. വേണ്ട മോനെ, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. മോൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അവളെ ഒന്ന് വിളിക്കും. മോനെ കാണുമ്പോൾ അവൾക്ക് ചിലപ്പോൾ ആശ്വാസമാകും. രാവിലെ എല്ലാവരും വന്നപ്പോഴും അവൾ മോനെ തിരക്കായിരുന്നു. വന്നില്ലെന്നറിഞ്ഞപ്പോൾ ഒരു വേദന തോന്നി. ഞാൻ പറഞ്ഞു ഇന്നലെ വന്നിരുന്നു എന്ന്. അന്ന് രാത്രിയിൽ അവളെ കണ്ടിട്ട് പോയിന്ന്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അവൾ കണ്ടത് സ്വപ്നമായിരുന്നില്ല അല്ലേ എന്ന്. ഉച്ചയ്ക്ക് സുമിത്രയും മധുവും കൂടി ആഹാരം കൊണ്ടുവന്ന് തന്നിരുന്നു. അപ്പോഴും അവൾ മോനെ നോക്കുന്നത് ഞാൻ കണ്ടു. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അത്രയും പറഞ്ഞ് മരുന്നിൻ്റെ ചീട്ടുമായി അവർ പുറത്തേക്ക് പോയപ്പോൾ അവന് വല്ലായ്മ തോന്നി. അവൻ മെല്ലെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു കൊച്ചുകുട്ടിയുടെ വാത്സല്യമാണ് അവളോട് ആ നിമിഷം അവന് തോന്നിയത്. താൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നവൾ. തൻ്റെ ഒരു നോട്ടം കൊണ്ട് പോലും പ്രണയം ഒരു വലിയ മഹാത്ഭുതമായി കരുതുന്നവൾ. താൻ ഒരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിക്കാത്ത സമയങ്ങളിൽ അവൾക്കുണ്ടാകുന്ന ദുഃഖം ചെറുതായിരുന്നില്ലെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ട്. തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പാവം പെണ്ണ്. അവളുടെ പ്രണയാഗ്നിയിൽ താൻ ഉരുകുകയാണ്. ഒരു മഴക്കാലത്തിൻ്റെ കുളിരുള്ള ഓർമ്മയായി തന്നിലേക്ക് പെയ്തിറങ്ങിയവൾ. തൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ തീരാമഴ പെയ്യിച്ചവൾ. ആദ്യ കാഴ്ചയിൽ അവളോട് തോന്നിയ വാത്സല്യം പിന്നീട് അവളുടെ നിഷ്കളങ്കമായ സംസാരങ്ങളോടും ചിരിയോടുമുള്ള പ്രണയമായി മാറുകയായിരുന്നു. തിരിച്ചവൾക്കും അതേപോലെ ഉണ്ടെന്നറിഞ്ഞ നിമിഷം ആവേശത്തോടെ മനസ്സിൽ അവളെ പ്രണയിക്കുകയായിരുന്നു. ഒടുവിൽ വേദനയോടെ അവസാന നിമിഷം തനിക്ക് വേണ്ടി കാത്തിരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴും മനസ്സ് നിറയെ അവളോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു. ഇപ്പോൾ തന്നെ വീണ്ടും തന്നെ തോൽപ്പിച്ച് ഈ പെണ്ണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാണ് ശ്രമിക്കുന്നത്. ഇല്ല മോളെ, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ജീവിതമില്ല. ഉള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് തന്നെ നിശ്ചയവുമില്ല. നിന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ മുൻപിൽ മാർഗങ്ങളൊന്നുമില്ല. ചെറിയൊരു പ്രതീക്ഷയുടെ നാളമെങ്കിലും എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ചേർത്തു പിടിച്ചേനെ ഞാൻ. എങ്ങനെയാണ് ഞാൻ നിന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത്? സ്വന്തം താല്പര്യത്തിന് നിൽക്കുന്ന ഒരു മനസ്സ് പോലും എൻ്റെ കൈവശമില്ല. എപ്പോഴാണ് അതിലെ ചിന്തകൾ മാറി മറിയുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയവുമില്ല. ഒരു ഭ്രാന്തൻ്റെ പെണ്ണായി നീ ജീവിതം പാഴാക്കുന്നത് സഹിക്കാൻ കഴിയില്ല മോളെ. നിശബ്ദമായി അവൻ അവളോട് പറഞ്ഞു. അറിയാതെ അവൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളിൽ തലോടി. പെട്ടെന്നാണ് അവർ നോക്കിയപ്പോൾ അവൾ ഉണർന്നു വരികയാണെന്ന് തോന്നിയത്. പെട്ടെന്ന് അവൻ കൈമാറ്റി. ഉണർന്നപ്പോൾ മുൻപിലിരിക്കുന്ന ആളെ കണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. അവളുടെ മുഖത്ത് നിറയുന്ന സന്തോഷം. അത്ഭുതത്തോടെയാണ് അപ്പു നോക്കിയിരുന്നത്. അപ്പോഴിവിടെ സ്വപ്നമല്ല, സത്യമാണ്, അവൻ ചിരിയോടെ പറഞ്ഞു. അമ്മ മരുന്ന് വാങ്ങാൻ പോയി, ഇപ്പൊ വരും. അവൾ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. എഴുന്നേൽക്കണ്ട, സാരമില്ല. അവളുടെ മുഖത്ത് അപ്പോഴേക്കും ഒരു ഉത്സാഹവും ഊർജവും ഒക്കെ വന്നതായി അവൻ കണ്ടിരുന്നു.
തന്നെ കണ്ടതുകൊണ്ടാണെന്ന് അവൻ അറിയാമായിരുന്നു. അവളുടെ സ്നേഹം കാണുമ്പോൾ തനിക്ക് ഭയമാണ് തോന്നുന്നതെന്ന് ഒരു നിമിഷം അവൻ ആലോചിച്ചു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. പക്ഷെ മൗനം ഹൃദയത്താൽ വാചാലമായിരുന്നു. എന്തിനാ മാളു നീ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത്? കുറച്ചു നേരം അവൾ ഒന്നും മിണ്ടിയില്ല. അവൻ ഒരിക്കൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു, മാളു. അപ്പോഴിന് എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, അപ്പോഴിന് ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടില്ലെന്ന് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴിന് വേണ്ടാത്ത എന്നെ എനിക്കെന്തിനാ? എന്താ മാളു നീ പറയുന്നത്? ഞാനൊന്ന് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ടെന്ന് വയ്ക്കുന്നതാണോ നിന്റെ ജീവിതം? നിന്റെ അച്ഛനെ പറ്റി, അമ്മയെപ്പറ്റി, മധുവിനെ പറ്റി ഒന്നും നീ ചിന്തിച്ചില്ല ആ നിമിഷം? എന്നോടുള്ള സ്നേഹം അത്രമേൽ അന്ധമായിരുന്നു. നിന്നെ ഇത്രകാലം നോക്കി വളർത്തിയ നിന്റെ അച്ഛനേക്കാളും അമ്മയെക്കാളും ഒക്കെ വലുതായിരുന്നോ ഒരിക്കൽ നിന്നെ തള്ളിപ്പറഞ്ഞ എൻ്റെ സ്നേഹം? തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.